സർ, ബ്രിട്ടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാടുകടത്തലിന് ഒരുങ്ങുകയാണ്. കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ തുടങ്ങിയ ആൾക്കാർ അവിടെ കുടിയേറിയിരിക്കുന്നവരെ, അതുപോലെ തുർക്കിയിൽ നിന്ന് കുടിയേറിയിരിക്കുന്നവരെ വലിയ തോതിൽ അവിടെ നിന്ന് പുറത്താക്കാനുള്ളൊരു നീക്കത്തിലാണെന്ന് കേൾക്കുന്നു. എന്താണ് സാർ അതിന് കാരണം? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇതായിരുന്നല്ലോ ഇംഗ്ലണ്ടിനെ കുറിച്ച്, ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ചുള്ള പഴയ സങ്കല്പം. പഴയ സൂര്യൻ അസ്തമിച്ചു, പുതിയ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. പക്ഷേ ആ ഉദിച്ച് ഉയർന്ന സൂര്യൻ അതിൻ്റെ നിറമെന്ത് എന്നതാണ് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സൂചിപ്പിച്ച കുടിയിറക്കം, ബ്രിട്ടനിൽ നിന്നും കുടിയിറക്കം എന്നത് വളരെ അടുത്ത കാലം വരെ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. കുടിയേറ്റം മാത്രം സംഭവിക്കുകയും കുടിയിറക്കം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇതായിരുന്നു ബ്രിട്ടനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. കുടിയേറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നത് തന്നെയാണ്. ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ പല ഇടങ്ങളിൽ നിന്നായി ബ്രിട്ടൻ കൈവശം വച്ചിരുന്ന ആഫ്രിക്കൻ, ഏഷ്യൻ വൻകരകളിലെ പല പ്രദേശത്ത്, പല രാജ്യങ്ങളിൽ നിന്നുമായി ബ്രിട്ടനിലേക്ക് പല കാലങ്ങളിലായി കുടിയേറിയ ആളുകളുടെ സന്തതി പരമ്പരകൾ. പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ടെക്നോക്രാറ്റുകളൊക്കെ ഇന്ത്യ, പാകിസ്ഥാൻ, അവിടെ നിന്നൊക്കെ ടെക്നോളജി ഇൻഡ്യൂസ്ഡ് കുടിയേറ്റങ്ങളുണ്ടായി. അത് അമേരിക്കയിലേക്ക് ഉണ്ടായതുപോലെയുള്ള കുടിയേറ്റങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് ഉണ്ടായി. അത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ കുടിയിറക്കത്തെക്കുറിച്ച് ബ്രിട്ടൻ കാര്യമായി ചിന്തിക്കുന്നത് ലേബർ പാർട്ടി ഗവൺമെൻറ് ആണെന്ന് ഓർക്കണം. കെയർ സ്റ്റാർമർ നേതൃത്വം കൊടുക്കുന്ന ലേബർ ഗവൺമെൻറ്റാണ്. അവരെ ഉദാരമായ ഒരു നയമാണ് പലപ്പോഴും കുടിയേറ്റ വിഷയത്തിൽ ലേബർ പാർട്ടിക്കുള്ളത്. കാരണം ലേബറിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ബ്ലാക്ക്സ് ആൻഡ് ദ കളേർഡ് ആൻഡ് ഇന്ത്യൻസ്. കൺസർവേറ്റീവ് പാർട്ടി, യാഥാർത്ഥ്യ കക്ഷി എന്ന് പറയുമ്പോൾ വെള്ളക്കാർക്ക് പ്രാധാന്യമുള്ള, കൺസർവേറ്റീവ് ഇൻട്രസ്റ്റ് ഉള്ള മതപുരോഹിതന്മാരുടെയൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അങ്ങനെ ഒരു ഭാഗം, വലതുപക്ഷ ഒരു രീതിയാണ് ഇത്. ഇടതുപക്ഷ ഒരു രീതിയാണ് ലേബർ പാർട്ടിയുടെ. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുമെങ്കിൽ പോലും അങ്ങനെയാണ്. ഇവിടെ പുതിയ ഒരു കൺസർവേറ്റീവ് ഫോർമേഷൻ വരുന്നു. UK റിഫോം പാർട്ടി എന്ന രൂപത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വിഭാഗം കൺസർവേറ്റീവുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു യാഥാസ്ഥിക കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നില്ല. വംശീയമായ ഒരുപാട് കലർപ്പുണ്ടാകുന്നു. ബ്രിട്ടനിൽ വെള്ളക്കാർ ഒരു കാലത്തെ ബ്രിട്ടീഷ് വംശജരായ ഇംഗ്ലീഷുകാരായ വെള്ളക്കാർ ന്യൂനപക്ഷമാകും എന്ന ഒരു ചിന്ത വളരെ ഫലപ്രദമായി ഈ വിഭാഗങ്ങൾ ബ്രിട്ടീഷ് ജനതയുടെ മേൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇതിന് പിന്തുണക്കാരെ ഏറി വരികയാണ് ലോകത്തെമ്പാടും. അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ വ്യതിയാനം, ദ റൈറ്റ് വിങ് ഷിഫ്റ്റ് ബ്രിട്ടനിൽ സംഭവിക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നത് റിഫോം പാർട്ടിയാണ്. അപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ ലേബർ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഉടനടി കുറച്ച് പേര് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ലേബർ ക്ലാസ് ഫ്രം ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് ഓൾസോ ടർക്കി. അവർ വലിയ നമ്പേഴ്സാണ് ബ്രിട്ടനിൽ. അതിൽ പലരും മുസ്ലിം വിഭാഗക്കാരാണ്. അവരെ തെരഞ്ഞു പിടിച്ചു മാറ്റാനാവില്ല എങ്കിലും വിദേശത്ത് നിന്ന് മതിയായ രേഖകളില്ലാതെ അൺസ്കിൽഡ് ലേബേഴ്സായി എത്തിപ്പെട്ടവരെ മാത്രം തിരഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം സർക്കാർ. അത് ലേബർ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ സാഹചര്യത്തിൻ്റെ തിരതള്ളലിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതേണ്ടി വരുന്നു. സാർ, ഇതിന് ഇപ്പോൾ പുതുതായിട്ട് അമേരിക്കയിൽ സ്ഥാനം ഏറ്റെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കാര്യത്തിന്. അദ്ദേഹവും അകമഴിഞ്ഞിവരെ സാമ്പത്തികമായിട്ട് പോലും സഹായിക്കാൻ തയ്യാറാണെന്ന് പറയും. അപ്പോൾ ഇത് വെറും ഈ അവിടുത്തെ മാത്രം ഒരു രാഷ്ട്രീയമാണോ, അതോ ഇത് യൂറോപ്പിലെമ്പാടുമുള്ള ഈ പറയുന്നത് പോലെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ ഒരു കാരണമാണോ, അതോ മറ്റെന്തെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ ഈ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും ഒരു ആസൂത്രണമാണോ? ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി ചേർന്ന് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വലതുപക്ഷ വ്യതിയാനവും ഇസ്ലാമോഫോബിയയും എല്ലാം ട്രംപിൻ്റെ കടന്നുവരവും എല്ലാം ചേർത്ത് വായിക്കണം. ഈ ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ യൂറോപ്പ് അറ്റ്ലാന്റിക്കിൻ്റെ കിഴക്ക്, അമേരിക്ക അറ്റ്ലാന്റിക്കിൻ്റെ പടിഞ്ഞാറ്,
ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അത് രണ്ടും വെള്ളക്കാരുടെ ഭൂമിയായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. അമേരിക്ക അതെ. റെഡ് ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ പോലും വെള്ളക്കാരാണല്ലോ. ബ്രിട്ടനിൽ നിന്നും ആദ്യം കടന്നു വന്ന മെയ്ഫ്ലവർ എന്ന കപ്പലിൽ കയറി സ്വാതന്ത്ര്യം തേടി അമേരിക്കയിലെത്തിയ പിൽഗ്രിം ഫാദേഴ്സ് അല്ലേ, അവർ സൃഷ്ടിച്ച അമേരിക്കയുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ട്രംപും കൂട്ടരും. ട്രംപ് ഉൾപ്പെടെ പിതാക്കന്മാർ ചേക്കേറി വന്നത് ജർമ്മനിയിൽ നിന്നും അയർലൻഡിൽ നിന്നുമൊക്കെയാണ്. അപ്പം വംശീയമായി യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വെള്ളക്കാർ, ആഫ്രിക്കയിൽ നിന്ന് പിന്നെ വന്നവർ, പിന്നീട് ഇന്ത്യയിൽ നിന്ന് വന്നവർ, പലരും, അതൊരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറാണ് അമേരിക്ക. അപ്പോൾ ഈ യൂറോപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡെമോഗ്രഫി വല്ലാതെ മാറുന്നു. ബ്രിട്ടനിൽ സിറിയൻ കുടിയേറ്റം സംഭവിച്ചു. ബ്രിട്ടനിൽ മാത്രമല്ല എല്ലായിടത്തും. അതായത് ഈ ISIS പിടിമുറുക്കിയ ആ സമയത്തും അതിനോട് ചേർന്നുള്ള സമയങ്ങളിലൊക്കെ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ടർക്കിയിൽ നിന്നും ഒക്കെ വലിയ തോതിലാണ് യൂറോപ്പിലേക്ക് ഭാഗ്യാന്വേഷികളായി എത്തിയവരുണ്ട്. പട പേടിച്ച് പന്തളത്ത് ചെന്നവരുണ്ട്. അങ്ങനെ യൂറോപ്പാണ് അടുത്ത് കിടക്കുന്നത്. അപ്പം ഐലാൻ ഖുർദി എന്ന അഭയാർത്ഥി പയ്യൻ്റെ മൃതശരീരം കടൽ തീരത്ത് അടിഞ്ഞു വന്നത് ദാരുണമായൊരു കാഴ്ചയായിരുന്നു. ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഫ്രഷായിട്ട് നിൽക്കുകയാണ്. അതാണ് സിറിയൻ കുടിയേറ്റം. സിറിയൻ കുടിയേറ്റം യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ, യൂറോപ്യൻ യൂണിയൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. അപ്പോൾ ഒരു വിഹിതം എല്ലായിടത്തേക്കും പോകേണ്ടി വന്നു, ബ്രിട്ടനിലേക്കും പോകേണ്ടി വന്നു. അപ്പോഴാണ് ബ്രിട്ടനിൽ ഒരു റൈറ്റ് വിങ് ചിന്ത വന്നത്. ഞങ്ങൾക്കിനിയും സഹിക്കാനാവില്ല, അഭയാർത്ഥികളെ ഇനിയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല. അങ്ങനെയാണ് എക്സിറ്റ് ഓഫ് ബ്രിട്ടൻ ഫ്രം യൂറോപ്യൻ യൂണിയൻ സംഭവിക്കുന്നത്, ബ്രെക്സിറ്റ് സംഭവിക്കുന്നത്. അതിന് റെഫറൻഡം നടത്തി, അതിന് അനുകൂലമായ ബ്രിട്ടീഷ് ജനത. അപ്പം ബ്രിട്ടീഷ് ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏർലി സൂചനയാണ്. അതിപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു മുറവിളി ഉണ്ടായി റൈറ്റ് വിങ് സ്പേസിൽ. അതിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് അമേരിക്കയിൽ ട്രംപ് അച്ചായൻ തുടങ്ങി വെച്ച ആ ഒരു വെടിക്കെട്ട് ഇങ്ങോട്ട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയാണ്. എപ്പോഴും ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്പിൽ അമേരിക്ക വലിയേട്ടനും ബ്രിട്ടൻ ചെറിയേട്ടനും ആണ്. മുൻപ് അങ്ങനെ ആയിരുന്നു. 2ാം ലോക മഹായുദ്ധം വരെ ബ്രിട്ടൻ ആയിരുന്നു വലിയേട്ടൻ, അമേരിക്ക ജൂനിയർ പാർട്ട്ണർ. ഇപ്പോൾ അമേരിക്ക സീനിയർ പാർട്ട്ണറും തിരിച്ചായി. ബ്രിട്ടൻ ജൂനിയർ പാർട്ട്ണർ ആകുമ്പോൾ അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു, ചിന്തിക്കുന്നു, അതിന് നേരെ ഒരു അനുപാതത്തിലാണ് ബ്രിട്ടൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല. സാർ, ഈ ബ്രിട്ടനിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു വിവരം, ഈ വർദ്ധിച്ച തോതിൽ മുസ്ലിങ്ങൾ അവിടെ കുടിയേറിയിട്ട് ഈ തദ്ദേശീയരായ ഇംഗ്ലണ്ടുകാരുടെ പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർ തട്ടിയെടുക്കുന്നു. ഒന്നത്. 2, അവർ വലിയ തോതിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നു, അതുപോലെ നിസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് അവരെക്കുറിച്ച് പറയുന്നു. കൂടാതെ ഈ മുസ്ലിങ്ങൾ അവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ, ഗവൺമെൻറ് ടെൻഡേഴ്സൊക്കെ അവർ പിടിച്ചെടുക്കുകയും കൂടുതൽ ലേബേഴ്സിനെ അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതെല്ലാം ഈ ലണ്ടനിലെ തദ്ദേശീയരായ ആൾക്കാരെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അവരൊരു വലിയ ഭീഷണിയായിട്ട് ഇതിനെ കാണുന്നുണ്ട്. ഇത് വാസ്തവമാണ്? വാസ്തവത്തിൽ ഇത്തരത്തിലുള്ളൊരു വലിയ കുഴപ്പം അവിടെ ഉണ്ടോ? ഇത് 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ നിലവിലുള്ള രാജ്യമാണ് ബ്രിട്ടൻ. അവിടെ എത്തിപ്പെടുന്ന നിയമവിധേയമായി പൗരത്വം ലഭിക്കുന്ന ബ്രിട്ടീഷ് പ്രജകളായി മാറുന്ന ആളുകൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണമുണ്ട്. മതമോ ജാതിയോ ഭാഷയോ ഒന്നും തന്നെ പരിഗണിക്കാതെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ്, പൗരത്വം. അത് ഒരു വശത്ത്. മറുവശത്ത് ബ്രിട്ടൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറി മറിയുന്നു ഭീതിതമായ രീതിയിൽ. അവിടെ സംഭവിക്കുന്നത് ക്രിസ്ത്യൻ റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ പരിമിതമാണ്. യൂറോപ്പിലെമ്പാടും ഉള്ളതുപോലെ സ്കാൻഡിനേവിയയിലൊക്കെ അത് പൂർണ്ണമായും റേറ്റ് ഓഫ് ഗ്രോത്ത് നെഗറ്റീവാണ്. അവിടെ കുട്ടികൾ ഉണ്ടാവുന്നില്ല. കുട്ടികൾ വിവാഹങ്ങൾ തന്നെ വളരെ അപൂർവമാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അങ്ങേയറ്റത്താണ്. ഏറ്റവും മുകളിലാണ് നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, അതുപോലെ സ്വിറ്റ്സർലൻഡൊക്കെ. അതേസമയം അടുത്ത തലമുറ നോ ഫാമിലി, അബ്സല്യൂട്ട് നോ ഫാമിലി, ദേ ഡോണ്ട് മാരി. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുണ്ടാവുന്നില്ല. ഈ അവസ്ഥാവിശേഷം ബ്രിട്ടനിലും ഒരു പരിധിവരെ സംഭവിക്കുന്നു. വെള്ളക്കാർക്കിടയിൽ അവരിൽ വലിയ ഭാഗം ക്രൈസ്തവരാണ്. പക്ഷെ കുടിയേറ്റ ജനത, അതിൽ ഹൈന്ദവരുണ്ട്, ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അത് ഏഷ്യൻസ് എന്നാണ് അവർ പറയുക. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരെ അവർ ഇന്ത്യൻ എന്നല്ല പറയുക. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ, അതുപോലെ ശ്രീലങ്ക ഒക്കെ അവിടെ നിന്നൊക്കെ വരുന്നവരെ ഏഷ്യൻ എന്നാണ് പറയുക. ചൈനീസ് ആണെങ്കിൽ ചിലപ്പം ഏഷ്യൻ എന്നും പറയും, ചൈനീസ് എന്നും പറയും. പക്ഷേ ഇന്ത്യൻസിലെ പൊതുവെ ഏഷ്യൻ
അപ്പോൾ ഏഷ്യൻ റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ കൂടുതലാണ്. അതിനുള്ളിൽ തന്നെ ഇന്ത്യൻ വംശജരായ, അതല്ലെങ്കിൽ പാകിസ്ഥാനി, ശ്രീലങ്കൻ, ബംഗ്ലാദേശി, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുന്നു. അപ്പോൾ ചില കണക്കുകൾ അനുസരിച്ച് യൂറോപ്പിൽ ആദ്യമായി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഉണ്ടാകുമെങ്കിൽ, ചെറിയ രാജ്യങ്ങളെ കുറച്ച് രാജ്യങ്ങളെ വിട്ടു കഴിഞ്ഞാൽ വലിയ രാജ്യങ്ങളിൽ ഒരു മുസ്ലിം രാജ്യം ഉണ്ടാകുമെങ്കിൽ അത് ബ്രിട്ടൻ ആയിരിക്കും എന്ന രീതിയിൽ, അതായത് റേറ്റ് ഓഫ് ഗ്രോത്ത് വെച്ചുള്ള പ്രൊജക്ഷനാണ്. ഇതൊക്കെ ജനമനസ്സുകളെ, പ്രത്യേകിച്ച് കൺസർവേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള വെള്ളക്കാരുടെ മനസ്സിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ ലേബേഴ്സായിട്ട് വലിയ തോതിൽ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നു. അവർ മുസ്ലിംസ് തന്നെയാണ്, അവർ നിസ്കാരത്തിന് പൊതുവെ പൊതു ഇടങ്ങൾ, അപ്പം അവർ ബ്രിട്ടൻ്റെ ഭൂപ്രദേശം പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. സ്ഥലം വാങ്ങി അവരുടേതാക്കി മാറ്റിയെടുക്കുന്നു, റിയൽ എസ്റ്റേറ്റ് വികസിപ്പിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ഇതൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ തദ്ദേശീയ ജനം ഉൾക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ, നമ്മളിവിടെ തിരുവനന്തപുരം നഗരം, അല്ലെങ്കിൽ എറണാകുളം നഗരം, തൃശ്ശൂർ നഗരം മലയാളികളുടേതാണ്. അവിടെ ഇതര രാജ്യത്ത് നിന്ന് വരുന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ബംഗ്ലാദേശികൾ തന്നെ അവർ ഭൂരിപക്ഷമാകുന്നു, അവരുടെ കയ്യിലേക്ക് ഭൂമി മുഴുവൻ മാറുന്നു എന്ന് പറയുമ്പോൾ എത്ര പുരോഗമന ചിന്താഗതി ഉള്ളവരാണെങ്കിലും അവരുടെ മനസ്സൊന്നാടുമെന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നില്ല. അത് തന്നെയാണ് ബ്രിട്ടനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, അതിനകത്ത് നമുക്കൊരു കാര്യം കൂടി ചോദിക്കാം, അതുകൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇത്തരം ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതും ഈ തദ്ദേശീയരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാട്സൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് ശ്രദ്ധിച്ചു കാണും. ആണവായുധം ലഭിക്കുന്ന ആദ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രം ബ്രിട്ടൻ ആയിരിക്കുമെന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് വലിയ തോതിൽ ബ്രിട്ടനെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച്? വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ട് അത് തള്ളിക്കളയാൻ സാധിക്കുന്നു? പണ്ടേതോ സിനിമയിലൊരു ഡയലോഗുണ്ട്, എടാ ഇത് തീരെ ചെറിയ ബുദ്ധി അല്ലല്ലോ എന്നൊരു യുക്തിയുണ്ട്. തീരെ ചെറിയ ബുദ്ധിയല്ല. JD വാൻസ് പറഞ്ഞു വെച്ചത് റാഡിക്കൽ റൈറ്റ് വിങ് ചിന്തയാണ്. അതായത് ആ റൈറ്റ് വിങ് ചിന്ത എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു ചിന്ത തന്നെയാണ് ഇത് വരുന്നത്. മുസ്ലിം ലോകത്തെ വലിയ തോതിൽ ഈ ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇറാൻ ത്രഷ് ഹോൾഡ് പവറാണ്. പാകിസ്ഥാൻ ഓൾറെഡി ന്യൂക്ലിയർ ആംസ് കൈവശമുള്ള രാജ്യമാണ്. അവരതിന് ഇസ്ലാമിക് ബോംബ് എന്നൊക്കെ പറയും. അതേസമയം വികസിത ലോകത്തെ ഒരു രാജ്യം, അത് ബ്രിട്ടൻ, മുസ്ലിം രാജ്യമായി മാറുന്നു. ഉടനെയുമല്ല, 10-50 വർഷത്തിന് ശേഷം അങ്ങനെ സംഭവിച്ചാൽ എന്ന ഒരു പ്രൊജക്ഷനാണ്. ദീർഘമായ ഒരു പ്രൊജക്ഷൻ. ഓടുന്ന പട്ടിക്ക് 10 മുഴം മുന്നേ എറിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് പോലെ JD വാൻസ് പറഞ്ഞു വെക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നറേറ്റീവ്സ്, ഇവരെല്ലാം ഈ ബ്രിട്ടനിലേക്ക് കുടിയേറി വന്ന ആളുകളെല്ലാം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാരായ ആളുകളെല്ലാം ക്രിമിനലുകളാണ് എന്ന നറേറ്റീവ് പൂർണ്ണമായി ശരിയാക്കണമെന്നില്ല. എല്ലാ വിഭാഗക്കാരിലും ക്രിമിനൽസ് ഉണ്ട്, കുടിയേറ്റക്കാരിലുമുണ്ട്, തദ്ദേശീയരിലുമുണ്ട്. പക്ഷേ അമേരിക്ക പെർഫെക്റ്റ് ചെയ്തെടുത്ത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പെർഫെക്റ്റ് ചെയ്തെടുത്ത ഒരു തന്ത്രമുണ്ട്. മെക്സിക്കോയിൽ വലിയ ടൂളാണ്. വെളിയിൽ നിന്ന് കടന്നു വരുന്നവർ സംശയിക്കേണ്ടവരാണ്. ടെക്നോക്രാറ്റുകൾ വെൽക്കം. പക്ഷേ നുഴഞ്ഞു കയറി വരുന്നവർ ഒന്നുകിൽ വ്യഭിചാരം ചെയ്യാൻ വരുന്നവരാണ്, അല്ലെങ്കിൽ ഡ്രഗ് പെഡലിങ്ങിന് വരുന്നവരാണ്, അല്ലെങ്കിൽ പിടിച്ചുപറി, കൊലപാതകം അതിനുവേണ്ടി വരുന്നവരാണ്. സൂക്ഷിക്കേണ്ടവരാണ് മെക്സിക്കൻസ്, ഹിസ്പാനിക്സ്, ബ്ലാക്സ്, കളേർഡ്. ഈ ഒരു ചിന്ത അറ്റ്ലാന്റിക് കടന്ന് ബ്രിട്ടനിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു നറേറ്റീവാണ്. പക്ഷേ കുറച്ചൊക്കെ സത്യം ഉണ്ട് താനും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ബ്രിട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഏറ്റവും അടിയന്തരമായിട്ട് ഈ 19,000 ഇല്ലീഗൽ മൈഗ്രൻസിനെ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ എത്ര പേരെ ഡീപ്പോർട്ട് ചെയ്യും, എന്തൊക്കെയാണ് നിയമ നടപടികൾ? എന്തായാലും അവർ നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കൈവിലങ്ങും കാൽത്തളയും ഇടാതെ ഏതാനും പേരെ യാത്രാ വിമാനങ്ങളിൽ കൊണ്ടുവരും, അല്ല എങ്കിൽ ഇന്ത്യ അയച്ചു കൊടുക്കുന്ന വിമാനങ്ങളിൽ കൊണ്ടുവരും എന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഇന്ത്യക്കാർ വന്നതുപോലെ ആവില്ല എന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങുകയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.